നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഈ നാട്ടിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് കാലമില്ല. ഈ അടുത്ത കാലത്തായുള്ള പല പല സംഭവങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്, അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എല്ലാം കൂട്ടുനിൽക്കാത്തവർക്ക് ഈ നാട്ടിൽ ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. നവീൻ ബാബു നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹം അഴിമതി ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് വകുപ്പ് മന്ത്രി തന്നെ അന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തവർക്ക് ആർക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ലായിരുന്നു. എന്നിട്ടും യാതൊരു തെറ്റും ചെയ്യാതെ ഇരുന്ന അദ്ദേഹത്തിന് പോലും എന്താണ്, അദ്ദേഹം ആത്മഹത്യ എന്ന് പറയുന്നു. പക്ഷെ അത് ആത്മഹത്യ അല്ല. ഇനി അദ്ദേഹം സ്വയം മരിച്ചതാണെങ്കിൽ പോലും അതൊരു ആത്മഹത്യ അല്ല. അദ്ദേഹത്തെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ആൾക്കാർ ഇപ്പോഴും ഇവിടെ സന്തോഷത്തോടെ, എങ്ങനെയാണോ അവർ നേരത്തെ ഇരുന്ന് അതിനേക്കാൾ ലാഘവത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊലപാതകം തന്നെയാണ്. മരണത്തിന് ഇവർ കാരണക്കാരായിട്ടുണ്ട്. അതുപോലെ എൻ പ്രശാന്ത് IAS, അദ്ദേഹത്തിന്റെ സുതാര്യമായ ഔദ്യോഗിക ജീവിതം ഇപ്പോഴും ആൾക്കാർക്ക് അദ്ദേഹത്തെ ബ്രോ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അത് വെറുതെ ആരും ചാർത്തി കൊടുത്തതല്ല ആ ബ്രോ എന്ന പേര്. അദ്ദേഹം ഇപ്പോൾ നേരിടുന്നത് എന്താണ്? അഴിമതിക്കെതിരെ നാം ഉയർത്തിയാൽ അവർ ഇവിടെ കള്ളന്മാരാക്കപ്പെടുകയാണ്, അഴിമതിക്കാരാക്കപ്പെടുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയെന്ന് തന്നെ അവരെ പറയണം. ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹം ആ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോശമാണെന്ന ഒരു അഭിപ്രായം അദ്ദേഹത്തിനുമില്ല. പക്ഷേ സിസ്റ്റം ശരിയല്ല. അവിടെ രോഗികൾ വരുമ്പോൾ അവർക്ക് വളരെ നല്ല കെട്ടിടങ്ങളുണ്ട്, വളരെ നല്ല ചികിത്സയുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ അദ്ദേഹം പലതവണ ആവശ്യപ്പെട്ട കാര്യം അവിടെ നിന്ന് വകുപ്പ് തലത്തിൽ കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ഗതികെട്ടാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ ജനങ്ങളെ സേവിക്കാനാണ്, ജനങ്ങളുടെ സുരക്ഷയും സേവനവുമാണ് ഇവരുടെ മുന്നിലുള്ളത് എങ്കിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? അതിന് പരിഹാരം കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പകരം ഇവർ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു പ്രസ് മീറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സൂപ്രണ്ടും പ്രിൻസിപ്പളും ചേർന്ന് നടത്തിയ ഒരു പ്രസ് മീറ്റ്. അതിനെപ്പറ്റി നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. സൂപ്രണ്ടിന് ഒരു ഫോൺ കോൾ വരുന്നു, ഉന്നത തലങ്ങളിൽ നിന്നുള്ള കോളാണ്. അപ്പോൾ പ്രിൻസിപ്പാളിനോട് പറയുന്നു റിപ്പോർട്ട് മുഴുവൻ വായിക്കണം എന്ന് പറയുന്നു. അവർ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കള്ളനാക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ മരണവും കണ്ടിട്ടേ ഇത് അടങ്ങുള്ളൂ എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇനി ഒരു മനുഷ്യന്, സത്യസന്ധനായ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. കള്ളന്മാർ എങ്ങനെയും ജീവിച്ചു പോകും. കാരണം അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് എതിരെ ആരോപണങ്ങൾ വരുമ്പോൾ സഹിക്കാൻ കഴിയില്ലായിരിക്കും. ദുർബല ചിത്തരായിരിക്കും അവർ. അപ്പൊ അതുകൊണ്ട് ഇനി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെയും കൊലയ്ക്ക് കൊടുത്താലേ ഈ സർക്കാരിന് സമാധാനമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഇദ്ദേഹം ഇത്തരത്തിലൊരു പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ യാതൊരുവിധ അന്വേഷണവുമില്ല. ഈ 4 വർഷം മുമ്പ് കാണാതായ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണത്തെപ്പറ്റി ആർക്കും ഒരു പരാതിയില്ല. അത് എവിടെ പോയി എന്ന ചിന്തയില്ല. അതിലൊരു സമിതിയെ നിയോഗിക്കുന്നില്ല. ഒരു തരത്തിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എവിടെയാണ് പ്രശ്നം വന്നത്? ഒരുപാട് രോഗികൾ വന്ന് ദുരനുഭവം നേരിട്ട് തൻ്റെ മുമ്പിൽ വന്ന് കരയുന്ന രോഗികളെ കണ്ടിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്. കാരണം മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അത് ഗുരുതരമായൊരു വേദന സമ്മാനിക്കുന്ന, വേദന ആളുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത വേദനയാണത്. അപ്പോൾ അത് പൊടിച്ചു കളയുന്ന ഉപകരണമാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മരുന്നുകൾ. ഇപ്പോൾ നമ്മൾ വിചാരിക്കും യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? അല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശ്നമുണ്ട്. അവിടുത്തെ ഒന്നും മേധാവിമാരോ അവിടുത്തെ ഒന്നും ഡോക്ടർമാരോ അവർക്ക് കിട്ടുന്ന ശമ്പളവും വാങ്ങി അവരെ കൊണ്ട് കഴിയുന്ന പോലെ ജോലി ചെയ്ത് അവരവരുടെ വീട്ടിൽ പോകുന്നു. എന്തിനാ ഈ പൊല്ലാപ്പൊക്കെ പിടിക്കുന്നത് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പല രോഗികളും ഈ മെഡിസിൻ കിട്ടാതെ മരിക്കുന്നുണ്ടാവാം. പല ആളുകളും പിന്നെ സ്വകാര്യ ആശുപത്രികളെ പോകുന്നുണ്ടാവാം. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങി കൊടുക്കുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഒരു നല്ല ഡോക്ടർക്ക്, ഒരു ഉള്ളിലുള്ള ഒരു ഹൃദയമുള്ള, തൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണുന്ന, തന്റെ മകന്റെ പ്രായമുള്ള ഒരു യുവാവിന് സർജറി നടത്താൻ കഴിയാതിരുന്നപ്പോൾ അദ്ദേഹം അത്രയ്ക്ക് വേദനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ സ്വന്തം മക്കളെ സേഫ് ആക്കുകയും മറ്റുള്ളവന്റെ, നാട്ടുകാരന്റെ മക്കളെ തെരുവിലിറങ്ങി അടികൊള്ളാൻ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഈ നേതാക്കന്മാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. സ്വന്തം മക്കൾ മാത്രം സേഫ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും സജി ചെറിയാൻ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ ന്യൂമോണിയ ബാധിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ സർക്കാർ ഹോസ്പിറ്റലല്ല, സ്വകാര്യ
ഹോസ്പിറ്റലാണ്. അതൊരു പരിധിവരെ സത്യമാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സാധാരണക്കാരന് നീതി കിട്ടില്ല. അതിന് പകരം LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടത് സർക്കാർ മെഡിക്കൽ കോളേജിലായതുകൊണ്ടാണ്. അത് സത്യമാണ്. കാര്യം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്, അവർക്ക് സംവിധാനങ്ങളുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് തന്നെ അദ്ദേഹത്തിന് മാറ്റി വെക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും 24 മണിക്കൂറും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുണ്ടായിരുന്നു. ആരാണ്? ഒരു സാധാരണ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അവിടുത്തെ PG സ്റ്റുഡൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതിൻ്റെ മുകളിൽ അസോസിയേറ്റ് പ്രൊഫസർ, അതിൻ്റെ മുകളിൽ പ്രൊഫസർ വല്ലപ്പോഴും ഒക്കെ വന്ന് നോക്കുള്ളൂ ഒരു സാധാരണ രോഗിയെ. ഈ പ്രൊഫസർമാരുൾപ്പെടെ HODമാർ ഉൾപ്പെടെ വിദഗ്ധ സംഘങ്ങൾ ഒരു അതിവിദഗ്ധ പാനൽ ഉണ്ടാക്കി ആ പാനലിസ്റ്റുകളാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന TP രാമകൃഷ്ണൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻസ് കൊടുത്തു, ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അതുപോലെ ഒരു സാധാരണക്കാരന് കിട്ടുമോ? കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ടി വന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരെല്ലാം അമേരിക്കയ്ക്ക് പൊക്കോട്ടെ, ഈ സംവിധാനങ്ങൾ സാധാരണക്കാർക്ക് ഉപയോഗപ്പെടട്ടെ. ഇവരെല്ലാം എന്തിനാണ് അവിടെ പോയി ഈ സാധാരണക്കാരന്റെ കിട്ടേണ്ട ചികിത്സയും പരിഗണനയും ഇവർ നേടുന്നത്? പോട്ടെ, എല്ലാ മന്ത്രിമാരും അമേരിക്കയ്ക്ക് പോയി ചികിത്സിച്ചോട്ടെ. അല്ല, യാഥാർത്ഥ്യത്തിൽ അതാണ് വേണ്ടത്. പക്ഷേ ഇപ്പം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പലരും അപ്പോളോയിലും നമ്മളറിയാതെ എയിംസിലും ഒക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പല സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ഇവർ പോകുന്നുണ്ട്. നമ്മളറിയില്ല. ഇപ്പം ഞാൻ പറയാം, എറണാകുളത്തെ പ്രമുഖനായ മന്ത്രിയാണ് P രാജീവ്. അദ്ദേഹം നിരന്തരമായി എവിടെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എറണാകുളത്തെ ഒരു പ്രമുഖ ആശുപത്രിയിലാണ്. നമുക്കറിയാം ഈ കാര്യങ്ങൾ. ഇനി എല്ലാ നേതാക്കന്മാരെ എടുത്തോളൂ, എല്ലാ നേതാക്കന്മാർ, CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ മുതൽ MLA-മാർ മുതൽ മുൻ MLA-മാർ മുതൽ ബോർഡ് ചെയർമാർ മുതൽ ഈ പറയുന്ന സർക്കാരിലെ മുഴുവൻ ആളുകളെയും IAS IPS ഓഫീസർ, ചീഫ് സെക്രട്ടറി മുതലായ ആളുകളൊക്കെ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? മെഡിക്കൽ കോളേജിലാണോ? ഈ പിണറായി വിജയൻ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഇവിടെ കേരളത്തിലൊരു സ്വകാര്യ മെഡിക്കൽ ആശുപത്രിയിലും അതുപോലെ തന്നെ അപ്പോളോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അമേരിക്കയിൽ പോകുന്നത്. അദ്ദേഹത്തിന് നിത്യേനയുള്ള സന്ദർശനം അപ്പോളോയിലാണ്. ഇതാർക്കും അറിയില്ല എന്നുള്ളത്, സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ എല്ലാ ഈ പ്രൈവറ്റ് ഈ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ തന്നെ എല്ലാ നേതാക്കന്മാരും പോകുന്നുണ്ട്. കഴിഞ്ഞ അന്തരിച്ച ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഈ ക്യാൻസർ കണ്ടെത്തിയതും ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് എടുത്തതുമൊക്കെ ജ്യോതിദേവ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായ പ്രഗത്ഭനായ ഈ പറയുന്ന ഈ ഷുഗർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അതെ ഡോക്ടറാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് പറ്റുമോ? പറ്റില്ല. പക്ഷെ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കാണുന്നത്. അദ്ദേഹം നിസ്സഹായരായി തൻ്റെ മുമ്പിൽ വന്നു നിന്ന ആളുകളെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഇവിടെ ഉപകരണം വാങ്ങാൻ വേണ്ടി പോയത്? ഈ പറയുന്ന HODയുടെ ഈ പറയുന്ന അപേക്ഷ പോയത്. ഇതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തെ കള്ളനാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ മൊസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കാണാതായി എന്നവർ പറയുന്നു. അത് കാണാതായിട്ടില്ല എന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്. അത് മാറ്റിവെച്ചതാണ്. മാത്രമല്ല തൻ്റെ ഉത്തരവാദിത്തത്തിലല്ല അതുണ്ടായിരുന്നത്. കാരണം താൻ ഈ വകുപ്പ് മേധാവിയായി വരുന്നതിന് ഒരു വർഷം മുമ്പാണ് ആ കാര്യം സംഭവിച്ചത്. അത് താൻ അതിനെപ്പറ്റി അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇവർ വാദിക്കുന്നത് ഇദ്ദേഹം മേധാവിയായിരുന്ന സമയത്താണ് ഇത് കാണാതെ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ രേഖ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പം ചില കാര്യങ്ങൾ നടന്നു. അദ്ദേഹത്തെ അറിയിക്കാതെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ DME ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ പരിശോധന നടത്തുന്നു. അവർ മാത്രമാണ് അവിടെ പരിശോധന നടത്തിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ വേറെ ഒരാൾ കൂടെ അതിൽ അവിടെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ റൂമിൽ കയറുന്ന ദൃശ്യം ഇവർക്ക് അറിയില്ല. അത് അന്വേഷിച്ചപ്പോൾ 100 കണക്കിന് CCTV ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിക്കാൻ ഇനിയും സമയം വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതെ, അതാരാണ്, എന്തിനാണ് അദ്ദേഹത്തിന്റെ റൂമിൽ കയറിയത് എന്നുള്ളത് ഇവർ വ്യക്തമാക്കണ്ടേ? അവിടെ ഒരു ഉപകരണം, കഴിഞ്ഞ പരിശോധനയിൽ ഒന്നും കാണാത്തൊരു ഉപകരണം പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തെ മേശയിൽ ചില ബില്ലുകൾ കണ്ടു എന്ന് പ്രിൻസിപ്പാൾ പറയുകയാണ്. ഇത് തന്നെ കള്ളത്തരമാണ്. ഇവർ ആരോടാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നത്? പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുവല്ലേ? അല്ല, എന്താണെന്നറിയോ, ഇത് ഒരാളെ കള്ളനാക്കാൻ ഈ സർക്കാരിനും സിസ്റ്റവും വിചാരിച്ചാൽ സിമ്പിളായി സാധിക്കും. ആളുകൾ വിചാരിക്കുന്നത് ഒരു പോലീസിന് കേസെടുത്തു കഴിഞ്ഞാൽ പോലീസിന് തെളിവുകൾ ഉണ്ടാക്കാനോ ഒരാളെ കൊടുക്കാനോ ആരോഗ്യവകുപ്പോ സർക്കാരോ തീരുമാനിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കേരളത്തിലെ ഒരു പ്രമുഖനായ സിനിമാ താരം 90 ദിവസമാണ് ജയിലിൽ കിടന്നത്. അതിന്റെ വിധി വരാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പോട്ടെ. ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ കൊടുത്തു. പോലീസ് ആ ആളെ അന്വേഷിക്കാൻ വീട്ടിൽ വരുമല്ലോ. ആ വീട്ടിൽ ഒരാളെ അന്വേഷിച്ച് പോലീസ് വന്നാൽ അയ്യോ അവനെ ഏതോ കള്ളത്തരം ചെയ്തിട്ട് അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത് അങ്ങനെ അന്വേഷിക്കാൻ വന്നതാണ് എന്ന് ചിന്തിക്കുന്ന നാട്ടുകാരുള്ള നാടാണ് ഈ കേരളം. ഇതുവരെ പോലീസിനെ പോലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് കാണാനുള്ള കഴിവുണ്ടായിട്ടില്ല ഈ നാട്ടുകാർക്ക്. അപ്പൊ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഏത് സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയോ, ഈ സാധാരണക്കാർ ഇപ്പൊ അദ്ദേഹം
വളരെ മഹാനാണെന്ന് വിശ്വസിക്കുന്ന ഈ ആൾക്കാർ തന്നെ ഈ രാഷ്ട്രീയ കളികൾ കണ്ട് ഇവരെന്ത് പറയും? ഇവര് തിരിച്ച് ഇദ്ദേഹത്തിനെതിരെ തിരിയുന്ന വെറും കഴുതകളായ പൊതുജനമാണ് ഈ നാട്ടിൽ ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ടാൽ മതി. മാത്രവുമല്ല, ഈ പോലീസുകാരെ ഇപ്പോഴും കണ്ടാൽ നമ്മൾ സർ എന്ന് വിളിക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഇല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന പൊതുജനങ്ങളാണ് ഇവിടെ ഉള്ളത്. യാതൊരു തരത്തിലും നമ്മൾ ആരെയും സാർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല ഭരണഘടന പ്രകാരം. പക്ഷെ നമ്മൾ പോലീസുകാരനെ സാർ എന്ന് വിളിച്ചില്ല, അയാളുടെ നോട്ടം നോക്കും, ഇവൻ ആരാണ് എന്നാ സാറെന്ന് വിളിക്കാത്തത്. ഇത് അടിമത്ത മനോഭാവം എന്ന് പറയും. ഈ അടിമത്വം അങ്ങനെ തന്നെ കടം വാങ്ങി ബ്രിട്ടീഷുകാരുടെ ആ കൊളോണിയൽ രീതി അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. നമുക്ക് പേരറിയാത്ത ഒരാളെ നമുക്ക് സാർ എന്ന് വിളിക്കാവുന്നതാണ്. പേരറിയുന്നവരെ പേര് തന്നെ വിളിക്കാം. നമ്മൾ സ്വാഭാവികമായി ഒരാളെ സാർ എന്ന് വിളിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ പല പോലീസുകാരെയും ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണോ സാർ എന്ന് വിളിക്കുന്നത്? അല്ലല്ലോ. അതെൻ്റെ പൊതുബോധമാണ്. ഞാൻ അങ്ങനെ വിളിച്ചേ പറ്റുള്ളൂ എന്ന ബോധത്തിന്റെ പുറത്താണ് അദ്ദേഹത്തെ പേര് വിളിക്കാനോ ഓഫീസർ എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്ന് വിളിക്കാനോ ഭയക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വിളിച്ചാൽ നമ്മളെന്തോ തെറ്റുകാരാണെന്ന് വിചാരിക്കുന്ന ലോകമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹാരിസ് ചിറക്കലിന്റെ റൂമിലേക്ക് കടന്നു കയറിയ ആൾ ആരാണ് എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. അത് പുറത്തു വരില്ല, ഒരു കാലഘട്ടത്തിൽ പുറത്തു വരില്ല. പ്രശാന്തിന്റെ കേസ് പോലെയാണ്. നവീൻ ബാബു എന്ന് പറയുന്ന ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്ത പ്രശാന്തിന് ഇപ്പോൾ എവിടെയാണുള്ളത്? ആ കേസ് എന്തായി? അത് കള്ളക്കേസാണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവർ പറയുന്നില്ല. കാര്യം എന്താണെന്നറിയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പി പി ദിവ്യ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുകയും അതുവഴി ഈ പി പി ദിവ്യയ്ക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് ദിവ്യയെ രക്ഷിക്കാനുള്ള ഒരു കൃത്യമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നാണ് അന്വേഷണ റിപ്പോർട്ടായിട്ട് നേരെ ഒരു ഫൈൻഡിങ്സ് ആയിട്ട് പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവിടെയും സംഭവിക്കുന്നത്. ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമില്ല, തൃച്ചംബരം ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണമില്ല, CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകളിൽ അന്വേഷണമില്ല, ഒരു തരത്തിലും അന്വേഷണമില്ല. CBI അന്വേഷണം ബഹുമാനപ്പെട്ട കോടതി തന്നെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം വീണ്ടും പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം മുന്നോട്ട് വരുന്നു. പക്ഷേ എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ ഡോക്ടർ ഹാരിസ് വളരെയധികം ദുഃഖത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം ശബ്ദിച്ചതിനാണ്. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജുകളിലും ഒരു സംവിധാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. മെഡിസിൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം, 10 നടക്കണം നമ്മൾ. ഏതെങ്കിലും ഒരു ഫാർമസിയിൽ മരുന്നില്ലെങ്കിൽ അടുത്ത ഫാർമസിയിൽ മരുന്നില്ലെങ്കിൽ അടുത്ത ഫാർമസി. കിട്ടുന്നത് എന്താ? പാരസെറ്റമോളും പാൻടോപ്പും. അതെ, അത് മാത്രമേ കിട്ടൂ, വേറെ ഒന്നും കിട്ടും. വേറെ എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കണം. 5 മരുന്ന് എഴുതി തന്നാൽ അതിന് 2 പാരസെറ്റമോളും പാൻടോപ്പും അവിടെ നിന്ന് കിട്ടും. ബാക്കി വില കൂടിയ മരുന്നല്ല നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണം. മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനുള്ളതാണ്. ഇവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി ഒരു സ്ത്രീ പുറത്തേക്ക് മെഡിസിൻ എഴുതി കൊടുത്തു. അവർ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ അതിനാണ് സർക്കാർ ആശുപത്രിയിൽ വന്നത്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവസാനം അവർ ബഹളം ഉണ്ടാക്കും എന്ന് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടുത്തെ നേഴ്സ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. അത് നേഴ്സിന്റെ ഉദാത്ത മനസ്സുകൊണ്ടല്ല. പരാതി പോയാൽ, ഈ വലിയ മാധ്യമ വാർത്തയായാൽ, മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചാൽ ഇവർ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ അതുപോലെ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട കേസിന്റെ പുറത്ത് അദ്ദേഹത്തെ കള്ളനാക്കാനും ഇല്ലാതാക്കാനും അദ്ദേഹത്തെ ഒരു കാര്യത്തിന്റെ പുറത്ത് പ്രതികരിച്ചതിന്റെ പുറത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആലോചിക്കണം. ആളുകൾക്ക് വേണ്ടി അങ്ങേയറ്റം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനയൊക്കെ ഉള്ളത് അവർക്ക്. ആ ആളുകളാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതാണ് കൂട്ടുനിൽക്കുന്നത് ആരാ? ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഡോക്ടർമാർ. ഒരു പഴഞ്ചൊല്ല, ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, എന്നിട്ട് നാട്ടുകാരോട് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയും. ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിൽ സർക്കാർ കൈക്കൊള്ളുന്നത്. തീർച്ചയായിട്ടും.